Friends, welcome back to our channel Wealthy Life. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പലപ്പോഴും നമ്മൾക്ക് അപ്പർ സർക്യൂട്ട് കാണാൻ സാധിക്കും, ചില സമയങ്ങളിൽ ലോവർ സർക്യൂട്ട് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഈ സ്റ്റോക്കിൻ്റെ ഈ വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് ജനറേറ്റ് ചെയ്ത് തന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 325% റിട്ടേൺ. ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസിൽ ഈ രീതിയിലുള്ള വർധനവ് ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും കമ്പനിയുടെ ബിസിനസ്സിലും ഇതേപോലുള്ള ഒരു വർധനവ് ഉണ്ടായിരിക്കണം. ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ഷെയർ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന വർധനവിന് പ്രൊപ്പോർഷണലായ വർധനവ് ഈ കമ്പനിയുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ, അതുപോലെ തന്നെ വരും സമയങ്ങളിൽ വളർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ സൈഡിൽ നിന്നും എന്തെല്ലാം ഇനിഷ്യേറ്റീവുകളാണ് കാണാൻ സാധിക്കുന്നത്. ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത്. അതായത് കൃത്യമായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നൊരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ട്രേഡ്, BTST എന്നിവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ടെക്സ്റ്റൈൽ മാനുഫാക്ചർ കമ്പനിയാണ് ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കൂടാതെ ടെക്സ്റ്റൈൽ നിർമ്മിക്കുന്നതിനാവശ്യമായ നൂല് അല്ലെങ്കിൽ യാൺ, പേപ്പർ, കെമിക്കൽ എന്നിവ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ പരിശോധിക്കുകയാണെങ്കിൽ 26% റവന്യൂ യാൺ സെക്ടറിൽ നിന്നും, 54% റവന്യൂ ഹോം ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നും, 20% റവന്യൂ പേപ്പർ സെയിലിംഗിൽ നിന്നുമാണ് ഈ കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചറിംഗ് കമ്പനിയും ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ പരിശോധിക്കുകയാണെങ്കിൽ 44% റവന്യൂ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും, 56% റവന്യൂ എക്സ്പോർട്ടിൽ നിന്നുമാണ് ഈ കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. കമ്പനി പ്രധാനമായും ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളായ ബാത്ത്, ബെഡ് ലിനിൻ, അതുപോലെ തന്നെ ടെറി ടവലുകൾ എന്നിവയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി, അതായത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് വേയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി ഈ കമ്പനി മികച്ച ലാഭം പലപ്പോഴും നേടാറുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് വേ എന്ന് പറയാൻ കാരണം ബാക്കിയുള്ള ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് ആവശ്യമായ യാൺ സപ്ലൈ ചെയ്യുന്നത് ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. യാൺ ഉപയോഗിച്ച് തന്നെ ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് മറ്റുള്ള ടെക്സ്റ്റൈൽ സെക്ടർ കമ്പനികളെക്കാളും വളരെ ചീപ്പും എഫിഷ്യൻറ്റുമായിട്ടുള്ള വേയിൽ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ വളരെ ശക്തമായ R&D ഫെസിലിറ്റി നമ്മൾക്ക് ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കും. വളരെയധികം ഇന്നോവേറ്റീവ് പ്രോജക്റ്റുകളും നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. നമ്മൾക്കെല്ലാവർക്കും അറിയാം, യാണിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിൻ്റെ പ്രൊഡക്ഷനും പവറും സ്റ്റീമും വളരെയധികം അത്യന്താപേക്ഷിതമാണ്. പവറിനും സ്റ്റീമിനും വേണ്ടി ഒരു എക്സ്റ്റേണൽ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ കമ്പനി ഒരു ക്യാപ്റ്റീവ് സ്റ്റീം ആൻഡ് പവർ ജനറേറ്റിംഗ് പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പർ മാനുഫാക്ചറിങ്ങിന് ഒട്ടുമിക്ക കമ്പനികളും വുഡിനെയാണ് അല്ലെങ്കിൽ വുഡ് പൾപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്ട്രോ ബേസിൽ നിന്നും, വീറ്റ് സ്ട്രോയിൽ നിന്നും ഈ കമ്പനി പേപ്പർ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പേറ്റൻറ്റ് എടുക്കുകയും ഈ ടെക്നോളജി ഉപയോഗിച്ച് പേപ്പർ മാനുഫാക്ചർ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായി മാറുകയും ചെയ്തു ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഇനി ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാത്രം സ്പെഷ്യാലിറ്റീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടെറി ടവൽ മാനുഫാക്ചർ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനി. വീറ്റ് സ്ട്രോ ഉപയോഗിച്ച് പേപ്പർ മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹോം ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലീഡറും ഇന്ത്യയിലെ യാൺ പ്രൊഡക്ഷനിൽ തേർഡ് ലാർജസ്റ്റ് കമ്പനിയുമാണ് ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനി. അതുപോലെ തന്നെ ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻ പരിശോധിക്കുകയാണെങ്കിലും വളരെ അഗ്രസീവായിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാൻ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് 2020-2021 ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനി യാൺ പ്രൊഡക്ഷനിൽ 1140 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും പേപ്പർ പ്രൊഡക്ഷനിൽ 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് നടത്തിയത്. ഇതിൻ്റെ ഫലമായി കമ്പനിയുടെ യാൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 48,482 ടൺ പെർ ആനം എന്ന റേറ്റിൽ വർദ്ധിക്കുകയും പേപ്പർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 20,000 ടൺ പെർ ആനം എന്ന റേറ്റിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 ഏകദേശം 7,200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന കമ്പനി അതിൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ചെയ്യാൻ പോകുന്നത്. ട്രൈഡന്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിലും മികച്ച റിട്ടേൺ നമ്മൾക്ക് കാണാൻ സാധിക്കും. 8 ഒക്ടോബർ 2021 ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ 5% പ്രൈസ് ഹൈക്കും അപ്പർ സർക്യൂട്ടും കാണാൻ സാധിച്ചു. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ 325% റിട്ടേൺ ആണ് ഈ കമ്പനി ജനറേറ്റ് ചെയ്തത്.
ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിൽ ഇത്രയും മികച്ച പെർഫോമൻസ് വരാനുള്ള കാരണം 7 ഒക്ടോബർ 2021 ഡയറക്റ്റ് ടു കൺസ്യൂമർ വെബ്സൈറ്റായ mytrident.com എന്ന പേരിലൊരു വെബ്സൈറ്റ് ഈ കമ്പനി ലോഞ്ച് ചെയ്തു. ഇതുവഴി കമ്പനിയുടെ പ്രൊഡക്റ്റുകളായ ടവൽ, ബെഡ്ഷീറ്റ്, പേപ്പർ, നോട്ട്ബുക്ക്, ബാത്ത് റഗ്സ്, കുഷൻ എന്നിവ ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് 55% ഡിസ്കൗണ്ടിലോടുകൂടി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് സാധിക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നവണ്ണം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു പ്രൈസ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും ഈ കമ്പനിയിൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, PLI സെക്ടറിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഭാഗമായതും അതോടൊപ്പം തന്നെ വെനസ്ഡേയിൽ അതായത് 4445 കോടി രൂപയുടെ ഒരു മെഗാ ടെക്സ്റ്റൈൽ പാർക്കിന് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവൽ നൽകിയതും ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയായിരുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം നമ്മൾക്ക് സ്റ്റോക്കിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിലും വളരെ മികച്ച പെർഫോമൻസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് 2021-2022 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1 കമ്പനിയുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെറ്റ് സെയിൽസിൽ 109% വർധനവാണ് ഉണ്ടായത്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2021 ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനി 10 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു ജനറേറ്റ് ചെയ്തത്. എന്നാൽ 2022 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1 ഈ കമ്പനി 206 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തത്. വളരെ വലിയ പ്രോഫിറ്റിലുള്ള ജമ്പ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു വർഷമായി നിലനിൽക്കുന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളാണ്. ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ഡെയിലി ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ RSI 80 എന്ന ലെവലിനും മണി ഫ്ലോ ഇൻഡെക്സ് 57 എന്ന ലെവലിലുമാണ്. അതായത് RSI പോയിൻ്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് ഓവർബോട്ട് സോണിൽ എത്തിക്കഴിഞ്ഞു. ഓവർബോട്ട് സോണിലെത്തിയ ഒരു സ്റ്റോക്കിൽ ടെക്നിക്കലി ഇൻവെസ്റ്റിംഗ് അത്ര സ്യൂട്ടബിൾ അല്ല. ഇനി സ്റ്റോക്കുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കൺസേൺ ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ക്യാൻഡിലാണ്. അതായത് 7 ഒക്ടോബർ 2021 ഫോം ചെയ്തിരിക്കുന്ന ബിയറിഷ് ക്യാൻഡിലിൻ്റെ വോളിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ സെല്ലിംഗ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതിനർത്ഥം ഒരു റീറ്റെയിലർ ഇൻവെസ്റ്ററിനേക്കാൾ ഉപരി ഒരു വലിയ ഇൻവെസ്റ്റർ ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആയി എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതിനെ ഷോർട്ട് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു റാലി 8 ഒക്ടോബർ 2021 കാണാൻ സാധിച്ചു. വരും സമയങ്ങളിൽ ഈ സ്റ്റോക്ക് ഇതേ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഒരു കൺസേൺ തന്നെയാണ്. പ്രത്യേകിച്ചും സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒക്കേഷണലി അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് അപ് ട്രെൻഡിൽ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇവിടെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ബ്ലൂ ലൈനാണ്. 28.03 എന്ന ലെവലാണ് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും വളരെ ഉയർന്ന ലെവലിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി PE വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ട്രൈഡൻ്റ് എന്ന കമ്പനി ഇതുവരെയും അണ്ടർ വാല്യൂഷൻ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കായിരുന്നു. അതായത് ടെക്സ്റ്റൈൽ സെക്ടറിൻ്റെ PE നോക്കുകയാണെങ്കിൽ 24.8 ഇപ്പോൾ ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിൻ്റെ PE നോക്കുകയാണെങ്കിൽ 33.1 അതായത് സെക്ടറിനേക്കാൾ ഉയർന്ന PE ആണ് നമ്മൾക്ക് ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാവുന്നതുമാണ്. കാരണം ഒന്ന്, ഈ കമ്പനി ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നതിന് വേണ്ടി കൊമേഴ്സ് വെബ്സൈറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചു വരുന്നു. ലീഡർഷിപ്പ് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായതും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് ഓരോ വർഷത്തെയും ഡെപ്റ്റ് റിഡക്ഷൻ പ്ലാനും 2025 വരെയുള്ള ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാനുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കൃത്യമായി ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള ഗ്രോത്ത് ആൻറ്റിസിപ്പേഷൻ, പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ PLI സ്കീമും അതുപോലെ തന്നെ PLI സ്കീമും ടെക്സ്റ്റൈൽ മെഗാ പാർക്കുമൊക്കെ വരും സമയങ്ങളിൽ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രോത്ത് ആൻറ്റിസിപ്പേഷൻ ഫാക്ടർ തന്നെയാണ്. ഇതിൻ്റെ ബെനിഫിറ്റും നമ്മൾക്ക് ട്രൈഡൻ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ കിട്ടുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്